സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 1.5 മിനിറ്റേ ഉള്ളൂ. ലിജുവും ശ്രീ ജോർജ് കുര്യനും എന്നോട് സഹകരിക്കണം. ലിജു, ഇന്നലെ പീരുമേട് ദേശീയപാതയിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയത് 2.5 ലക്ഷം രൂപയുടെ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളാണ്. നമ്മുടെ നാടും നല്ലതല്ല ലിജു, ഒരു നിയന്ത്രണം വേണം. അല്ല വേണു, കള്ളനോട്ടുകൾ ഈ നടപടിയെ, നോട്ടുകൾ പിൻവലിക്കുന്ന നടപടിയെ കോൺഗ്രസ് പാർട്ടി പരിപൂർണമായി തള്ളിക്കളയാത്തത് അതുകൊണ്ടാണ്. കള്ളനോട്ടുകളുടെ കാര്യത്തിൽ സ്വാഭാവികമായി 500 രൂപയുടെയും 1000 രൂപയുടെയൊക്കെ കള്ളനോട്ടുകൾ കയ്യിൽ സൂക്ഷിക്കുന്നവർ അത് ഉപേക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മുൻപ് ഡോക്ടർ മൻമോഹൻ സിംഗും 2014, 2005 മുമ്പുള്ള 500 രൂപ 1000 രൂപ നോട്ടിൽ ഇല്ലാതാക്കിയത്. ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. എത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് ഈ നടപടി എടുത്തതെന്നുള്ളതാണ്, മുന്നൊരുക്കമില്ലാതെ. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം. ഇപ്പോൾ സഹകരണ ബാങ്കുകളുടെ വിഷയം നേരത്തെ വേണു ചർച്ച ചെയ്തു. സഹകരണ ബാങ്കിൽ ട്രാൻസാക്ഷൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ അതേസമയത്തിന് ICICI ബാങ്കിലും HDFC ബാങ്കിലും ഇതേ ട്രാൻസാക്ഷൻ അനുവദിക്കുന്നുണ്ട്. KYC അക്കൗണ്ടുകൾ ഇല്ലാത്ത KYC അക്കൗണ്ടുകൾ സഹകരണ ബാങ്കിലുണ്ട്. ജില്ലാ സഹകരണ ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചിലും KYC പൂർണ്ണമായി KYC അക്കൗണ്ടുകളുണ്ട്, ഇല്ലാത്തതുമുണ്ട്. ICICI ബാങ്കിൽ KYC അക്കൗണ്ട് ഉള്ളതുണ്ട്, ഇല്ലാത്തതുമുണ്ട്. ആ ബാങ്കുകളിൽ എന്തുകൊണ്ട് അനുമതി നടക്കുന്നു? എന്തുകൊണ്ട് നോ ട്രാൻസാക്ഷൻ ആ ബാങ്കിലൂടെ നടക്കുന്നു? ന്യൂ ജനറേഷൻ സ്വകാര്യ എനിക്ക് ചർച്ച പൂർത്തിയാക്കണം, സമയമില്ലാത്തതുകൊണ്ട് ശ്രീ ജോർജ് കുര്യൻ ഈ ചർച്ച പൂർത്തിയാക്കാൻ. അതായത് ഈ ജൻധൻ അക്കൗണ്ടിൽ വേണുവിന് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ വേണുവിൻ്റെ അഡ്രസ് പ്രൂഫ് കൊടുക്കണം. വേണു മാതൃഭൂമി എന്ന് പറഞ്ഞിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. കോപ്പറേറ്റീവ് സൊസൈറ്റി ചെല്ലുമ്പോൾ കള്ളപ്പണമാണെങ്കിൽ വേണു പോയിട്ട് വേണു പിതൃഭൂമി എന്നുള്ള അഡ്രസ്സ് കൊടുക്കും. എവിടെ പോയി കണ്ടുപിടിക്കും? ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതായത് ജൻധൻ അക്കൗണ്ടും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെയും അത് തന്നെയല്ല. ഇതിന് മുമ്പ് കൃത്യതയുള്ളതാണെങ്കിൽ എന്തിനാണ് ശക്തികാന്ത് ദാസ് പറഞ്ഞത് ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു? അല്ല, അതുകൊണ്ടാണ് പിടിക്കുന്നവരെ. ഒരാളെ പിടിച്ചതായും കണ്ടില്ല, ഒരാളെ പിടിച്ചതായും കണ്ടില്ല. 70 പേർ മരിച്ചതിൽ ഒരു കള്ളപ്പണക്കാരന് മരിച്ചതായും അറിയില്ല. വളരെ ഇല്ല. ഇതൊക്കെയാണ് ഉയരുന്ന സംശയങ്ങൾ. ജീവൽ പ്രശ്നങ്ങളിലെ പ്രതിസന്ധി തുടരുകയാണ്. നാളെയും പാർലമെന്റുണ്ട്. പ്രധാനമന്ത്രി ജനത്തിന്റെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ജനസഭയിൽ ജനത്തോട് സംസാരിക്കാൻ ഈ അവസരം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സന്നദ്ധത ഉണ്ടാവട്ടെ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.